നാടിൻ്റെ തന്നെ അഭിമാനമായിട്ടുള്ള വളർന്നു വരുന്ന ഒരു എഴുത്തുകാരിയാണ് കുമാരി എൻ കൊട്ടാരം. കോടതിയിലെ ജീവനക്കാരിയായിരുന്നു. എഴുത്തിനെ എന്നും ഒരു മോഹമായി മനസ്സിൽ കൊണ്ടു നടക്കുകയും എഴുത്തിനെ ഒരു വികാരമായി 45 വർഷം മനസ്സിൽ കയറി നടക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ അനുഭവമാണ്. ചെറുപ്പം മുതൽ എഴുതുമായിരുന്നു എന്ന് എനിക്കറിയാം. കുമാരിയുടെ ചെറുകഥകൾ വർഷങ്ങൾക്ക് മുമ്പ് ആനുകാലികങ്ങളിൽ പ്രസിദ്ധീകരിച്ചു വന്നിട്ടുണ്ട്. അങ്ങനെ പ്രസിദ്ധീകരിച്ചു വന്ന ചില ശ്രദ്ധേയമായ ചെറുകഥകൾ കേരളത്തിൻ്റെ വായനാ സമൂഹത്തിൻ്റെ ശ്രദ്ധ പിടിച്ചു വയ്ക്കുന്ന തരത്തിൽ ആ കഥകൾ നമ്മുടെ സാഹിത്യ മനസ്സിലുണ്ട്. ഞാനത് പ്രത്യേകം പറയാൻ കാരണം ഈ ആനുകാലികകളിലെല്ലാം വരുന്ന കഥകളും കവിതകളുമെല്ലാം വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് വിലയിരുത്തുന്ന പ്രൊഫസർ എം കൃഷ്ണൻ നായർ അദ്ദേഹം കുമാരിയുടെ കഥയെക്കുറിച്ച് നിരൂപണം എഴുതിയിട്ടുണ്ട്. അങ്ങനെ എം കൃഷ്ണൻ നായരുടെ ശ്രദ്ധയിൽ ഒരു കഥ വരിക എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു വലിയ അനുഭവമാണ്. ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം ഈ സാഹിത്യ വാരാഫലമെല്ലാം എഴുതിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ പ്രശസ്തരായ എഴുത്തുകാർ പോലും എം കൃഷ്ണൻ നായരുടെ കണ്ണുകൾ എൻ്റെ ഒരു കഥയിൽ പതിയണേ എന്ന് ആഗ്രഹിച്ചിരുന്നിട്ടുണ്ട്. നല്ലത് പറഞ്ഞില്ലെങ്കിലും എന്നെ വിമർശിക്കാൻ വേണ്ടിയാണെങ്കിലും കഥയെ രൂക്ഷമായി വിമർശിക്കാൻ വേണ്ടിയാണെങ്കിലും തൻ്റെ പേര് എം കൃഷ്ണൻ നായർ ഒന്ന് പരാമർശിച്ച് ആ കഥയെക്കുറിച്ച് 2 അഭിപ്രായം പറയുക എന്ന് പറയുന്നത് അതൊരു വലിയ സാഹിത്യ രംഗത്തിൽ അംഗീകാരമായി കണക്കാക്കിയിരുന്ന ഒരു കാലഘട്ടം നമ്മുടെ എഴുത്തുകാർക്കിടയിലുണ്ട്. അപ്പോൾ അന്ന് കുമാരിയുടെ കഥയെക്കുറിച്ച് കൃഷ്ണൻ നായർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കാലം മുതൽ 40-45 വർഷങ്ങളായി എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു എഴുത്തുകാരിയാണ്. ശ്രദ്ധേയമായ കഥയാണ്. ഞാൻ പറയുന്നത് എഴുത്തിനെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ മഹാനായ MT വാസുദേവൻ നായർ പറഞ്ഞ ഒരു വാചകം നമ്മുടെ മനസ്സിലുണ്ടാവണം. അദ്ദേഹം തുഞ്ചൻ സ്മാരകത്തിൻ്റെ ചെയർമാനായിരിക്കുമ്പോൾ തുഞ്ചൻ സ്മാരകത്തിൽ വെച്ച് എഴുത്തുപുര എന്ന് പറയുന്ന ഒരു പരിപാടി കേരളത്തിലെ എഴുത്തുകാർക്ക് വേണ്ടി സംഘടിപ്പിച്ച ഒരു സാഹിത്യ സമ്മേളനം. ആ സാഹിത്യ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു വാചകം, എല്ലാ എഴുത്തുകാരും സ്വന്തം നിലയ്ക്ക് തീർത്ഥാടനം നടത്തുന്ന ആളുകളാണ്. അങ്ങനെ സ്വന്തം നിലയ്ക്ക് തീർത്ഥാടനം നടത്തുന്ന ഒരു പ്രക്രിയയാണ് എഴുത്ത്. ലോകത്ത് ഒരുപാട് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെടുന്നുണ്ട്. പക്ഷെ എങ്ങനെ ഒരു കഥ എഴുതണം, എങ്ങനെ ഒരു കവിത എഴുതണം, എങ്ങനെ ഒരു നാടകം എഴുതണം, എങ്ങനെ ഒരു നോവൽ എഴുതണം എന്ന് പഠിപ്പിക്കുന്ന ഒരു പുസ്തകവും ലോകത്തില്ല. ഒരുപാട് പുസ്തകങ്ങളുണ്ട്. ആ പുസ്തകങ്ങളെല്ലാം ഈ പറയുന്ന സംഘസാഹിത്യ രംഗത്ത് ഒരുപാട് എഴുത്തുകളുണ്ട്, കൃതികളുണ്ട്. പക്ഷെ ഒരു കൃതിയും നമ്മളെ എന്ത് പഠിപ്പിക്കുന്നില്ല, എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് നമ്മളെ പഠിപ്പിക്കുന്നില്ല. അപ്പോൾ എഴുത്ത് എന്ന് പറയുന്നത് ഒരു സഹജാവബോധത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരേണ്ട ഒന്നാണ്. ആ സഹജാവബോധം കുമാരിക്കുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എഴുത്ത് ഒരു മോഹമായി കൊണ്ടു നടക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമില്ല. ഇപ്പോൾ അന്തരിച്ചുപോയ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കഥാകാരി അഷിത, നിങ്ങൾ ഒരുപക്ഷെ അവരെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. അഷിത എന്ന് പറയുന്ന എഴുത്തുകാരി അവരുടെ എഴുത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, എനിക്ക് എൻ്റെ മനസ്സിലൊരു വലിയ മോഹമുണ്ട്. ആ മോഹം എന്താണ്? സ്വയം മറന്ന് നൃത്തം ചെയ്യുന്നത് പോലെ എഴുതണം, സ്വയം മറന്ന് നൃത്തം ചെയ്യുന്നത് പോലെ എഴുതണം. അങ്ങനെ ഒരു വേദിയിൽ നൃത്തം ചെയ്ത് ഞാൻ അപ്രത്യക്ഷമാകുകയും എൻ്റെ എഴുത്ത് മാത്രം അവശേഷിക്കുകയും ചെയ്യണം. അതാണ് നൃത്തത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത. നമുക്കറിയാം, ഒരു നൃത്തം നമ്മൾ കാണുമ്പോൾ ആ നർത്തകി സ്വയം മറന്ന് നൃത്തം ചെയ്യുമ്പോൾ നൃത്തം ചെയ്യുന്നത് ചിലപ്പോൾ ശോഭനയായിരിക്കും, വേറെ ഏതെങ്കിലും ഒരു പ്രശസ്തയായ നർത്തകിയായിരിക്കും. പക്ഷേ നമ്മൾ ശോഭനയല്ല കാണുന്നത്, അവിടെ നൃത്തം എന്ന് പറയുന്ന മോഹനമായ ഒരു കലയെ നമ്മൾ കാണുകയാണ്. അങ്ങനെ സ്വയം മറന്ന് നൃത്തം ചെയ്യുന്നത് പോലെ എനിക്ക് എഴുതി ഞാൻ ഇല്ലാതാവുകയും എൻ്റെ എഴുത്ത് മാത്രം അവശേഷിക്കുകയും ചെയ്യണം എന്ന് അവർ പറയുന്നു.
അപ്പോൾ അങ്ങനെ ആ എഴുത്തിന്റെ ഒരു മാസ്മരികത നമുക്ക് ഈ കഥയിൽ കാണാൻ കഴിയും. എം ഡി പറഞ്ഞതുപോലെ ഒറ്റയ്ക്ക് നടത്തുന്ന ഒരു തീർത്ഥാടനം എന്ന് പറയുമ്പോൾ എടുത്തു പഠിപ്പിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അദ്ദേഹം ആ പ്രസംഗത്തിൽ അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞു. അമേരിക്കയിലെ അയാവ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. അന്തർദേശീയ സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിൽ എഴുത്ത് പഠിപ്പിക്കുന്നു, അവിടെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു, അവിടെ ഒരു ട്രെയിനിങ് കൊടുക്കുന്നു എഴുത്തുകാർക്ക്. അങ്ങനെ ട്രെയിനിങ് കൊടുത്ത് എഴുതിക്കാൻ പറ്റുന്ന നല്ല സാഹിത്യം എന്നാണ് എം ജി അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ അവിടെ പറയുന്നത്. അവിടെ ആ പരിശീലനത്തിന് വന്ന ഒരു എഴുത്തുകാരൻ, അയാള് വർഷത്തിൽ ഒരു ചെറുകഥയെ എഴുതിയുള്ളൂ. അപ്പോൾ പത്രക്കാർ ചോദിച്ചു, ഒരു വർഷം പാഴായി പോയി എന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് പഠിച്ചിട്ടും ഒരു വർഷം കൊണ്ട് ഒരു ചെറുകഥയെ എഴുതിയുള്ളൂ, ഒരു വർഷം പാഴായി പോയോ എന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, ഇല്ല, ഇവിടെയുള്ള അധ്യാപകരെന്ന് പറയുന്നത് എഴുതാൻ നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. എഴുതൂ എഴുതൂ, വീണ്ടും എഴുതൂ, ഒന്നുകൂടി മെച്ചപ്പെടുത്തൂ. അങ്ങനെയാണ് അവർ പറയുന്നത്, അവിടുത്തെ അധ്യാപകര്. അല്ലാണ്ട് നിങ്ങൾ അങ്ങനെ എഴുതണം ഇങ്ങനെ എഴുതണം എന്നല്ല. എഴുതാൻ അവരെ സ്നേഹപൂർണമായി നിർബന്ധിക്കുകയും പ്രേരിപ്പിക്കുകയും എഴുതിയത് വായിക്കുകയും അത് തിരുത്താൻ പ്രേരിപ്പിക്കുകയും മെച്ചപ്പെടുത്താൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. എം ഡി എന്ന് പറയുന്നത് വെറുതെ അല്ല. എം ഡിയും അങ്ങനെയുള്ള ഒരാളല്ലേ. എന്തെഴുതിയാലും തൃപ്തിയാവില്ല. അപ്പോ നമ്മുടെ ഈ ഒരു വടക്കൻ വീരഗാഥ എന്ന സിനിമയ്ക്ക് പാട്ടെഴുതിയ ഡോക്ടർ ജയകുമാർ സാർ IAS, നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അദ്ദേഹം കോഴിക്കോട് കളക്ടറായിരിക്കുമ്പോഴാണ് അദ്ദേഹം സിനിമാ ഗാന രചനയിലേക്ക് കടന്നു വരുന്നതും എം ഡിയുടെ ഒരു ചലച്ചിത്രം, ഒരു വടക്കൻ വീരഗാഥയ്ക്ക് പാട്ടെഴുതുന്നതും. ആ പാട്ടെഴുതി അദ്ദേഹം പല പ്രാവശ്യം എം ഡിയെ കാണിച്ചു. എം ഡിക്ക് ഒട്ടും തൃപ്തിയാവുന്നില്ല. എം ഡി പറയുന്നു, ഒന്നുകൂടി മെച്ചപ്പെടുത്തു, ഒന്നുകൂടി മെച്ചപ്പെടുത്തു. ചന്ദനദേവ സുഗന്ധം, പാട്ട് കേൾക്കാത്ത മലയാളിയുണ്ടോ? ചന്ദനലേഖ ദേവ സുഗന്ധം കൃഷി എന്ന് തുടങ്ങുന്ന ആ പാട്ട് കേൾക്കാത്ത ഒരു മലയാളിയില്ല. മനോഹരമായ ഗാനമാണ്. വാക്കുകളെ എങ്ങനെ മനോഹരമായി വിന്യസിച്ചിരിക്കുന്നു. എം ഡിക്ക് തൃപ്തിയാവുന്നില്ല, ഒന്നുകൂടി എഴുതൂ. ഒരു കാമുകന്റെ പക്ഷത്ത് നിന്ന് വേണം ആ പാട്ട് എഴുതാൻ. അങ്ങനെയാണ് മല്ലീസായകനൊക്കെ വരുന്നത്. മല്ലീസായകൻ എന്നൊരു വാക്കുണ്ട്, കാമദേവൻ എന്നാണ്. കാമദേവൻ എഴുതിയാൽ മതി. അതിന് കുറച്ചുകൂടി ഒരു സാഹിത്യ ചന്തം കൊടുത്തുകൊണ്ട് മല്ലീസായകനും മൈവർണ്ണപ്പെട്ടി, ആഭരണപ്പെട്ടി എന്ന് പറഞ്ഞാൽ അത് മൈവർണ്ണപ്പെട്ടി എന്ന് വന്നു. ഗൂഗുല ഞൊറി, പിന്നെ ഗൂഗുല ആ ഒരു യൗവനം പൂക്കര എന്നൊക്കെ പറയുന്ന ആ ഭാഗമൊക്കെ ഉണ്ട്. അങ്ങനെ എഴുത്തുകാരനെ പ്രേരിപ്പിച്ച് എഴുതുന്ന ഒരു സ്വഭാവക്കാരനാണ് എം ടി. അപ്പൊ അതുകൊണ്ട് ഒരാളെ എഴുത്ത് പഠിപ്പിക്കാൻ പറ്റില്ല. അങ്ങനെ അതൊരു സഹജാവബോധത്തിൽ നിന്ന് എഴുത്ത് വരേണ്ടതാണ്. ഇവിടെ അമ്മയെ കളയുമ്പോൾ എന്ന് പറയുന്ന ഈ കഥ, ഇന്നത്തെ ദിവസം വനിതാ ദിനത്തിൻ്റെ ദിവസം ഇത് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അതിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. ഈ കഥയെന്ന് പറയുന്നത്, ഇത് വായിക്കുമ്പോൾ നമുക്ക് പല അനുഭവങ്ങൾ മനസ്സിലേക്ക് വരും. ഇന്നത്തെ കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിൽ പ്രായമായ ആളുകളോടുള്ള ഒരു സമീപനം, നിസ്സഹായരായ നിരാലംബരായ വാർദ്ധക്യത്തിൻ്റെ ദൈന്യത എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു 3 പേജുള്ള ഒരു ചെറുകഥ. ഒരു 250-300 വാക്കുകളേ ഉള്ളൂ. ആ കഥ നമ്മൾ വായിക്കുമ്പോൾ അത് എവിടെയൊക്കെയോ ചെന്ന് നമ്മുടെ മനസ്സിനെ തൊടുന്നുണ്ട്. വാർദ്ധക്യത്തിൻ്റെ വയസ്സായിത്തീരുന്ന ഒരു അവസ്ഥയുടെ ദൈന്യതയും നിസ്സഹായതയും, ആ ഒരു ദൈന്യതയാണ് ഈ കഥയിൽ കാണുന്നത്. അങ്ങനെ ഒരു വാർദ്ധക്യ വിചാരത്തിൻ്റെ ദൈവസ്പർശമുള്ള കഥയെന്നാണ് ഇതിൻ്റെ അവതാരിക എഴുതിയിരിക്കുന്ന അദ്ദേഹം ഈ കഥയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഡോക്ടർ MS നൗഫൽ ഈ കഥയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് വാർദ്ധക്യ വിചാരത്തിൻ്റെ ദൈവസ്പർശമുള്ള കഥ. അതിനകത്ത് 2-3 വരികളുണ്ട്. ലോക സാഹിത്യത്തിലെ ഏത് ചെറുകഥയിലെ ചില വാചകങ്ങളോടും കുട്ടപിടിക്കുന്ന 2-3 വാചകങ്ങൾ ഈ കഥയിലുണ്ട്. അത് ഒരു പ്രാവശ്യം വായിച്ചാൽ നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും പോകില്ല. വൃദ്ധയായ അമ്മയെ കളയുകയാണ്. അങ്ങനെ കളയുമ്പോൾ ആ മകന്റെ മനസാക്ഷിയാണോ അവനോട് പറയുന്നത്, അവന്റെ ഭാര്യയാണോ അവനോട് പറയുന്നത്, അതോ ഈ അമ്മ തന്നെയാണോ അവനോട് പറയുന്നതെന്ന് നമുക്കറിയില്ല. ഇങ്ങനെയാണ് പറയുന്നത്: ബസ് സ്റ്റാൻഡിലോ റെയിൽവേ സ്റ്റേഷനിലോ കൊണ്ട് ഉപേക്ഷിക്കരുത്.
ബസ് സ്റ്റാൻഡിലോ റെയിൽവേ സ്റ്റേഷനിലോ കൊണ്ട് ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അമ്മ പ്രായമായി ദേഹം കുട്ടിച്ചുളിഞ്ഞ് ഒരു സ്ത്രീയുടെ എല്ലാ ആകർഷകത്വവും നഷ്ടപ്പെട്ടു പോയെങ്കിലും കാമത്തിന്റെ വേവ് നോക്കുന്ന നിശാചരന്മാരുള്ള സ്ഥലമാണ്. ആ പ്രയോഗം മലയാള ഭാഷയിൽ അങ്ങനെ ഒരു പ്രയോഗം ഒരു കഥയിൽ ഞാൻ ഇതുവരെ ഒരിടത്തും വായിച്ചിട്ടില്ല. കാമത്തിന്റെ വേവ് നോക്കുന്ന നിശാചരന്മാരുള്ള അത്തരത്തിലുള്ള ആന്റി സോഷ്യലായിട്ടുള്ള ആളുകളുടെ ഒരു വികാര കേന്ദ്രമാണ് ഒരു ബസ് സ്റ്റാൻഡ് അല്ലെങ്കിൽ ഒരു റെയിൽവേ സ്റ്റേഷൻ. നീ അമ്മയെ കളയാൻ തീരുമാനിക്കുമ്പോൾ, അമ്മയെ ഉപേക്ഷിക്കാൻ തീരുമാനിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ അമ്മ എത്ര നിഷ്കളങ്കതയാണ്, നിനക്ക് വേണ്ടി എത്രമാത്രം കണ്ണീരൊഴുക്കിയിട്ടുള്ളതാണ്. നിന്റെ കുട്ടികളെ ഓർത്ത് പേരക്കുട്ടികളെ മടിയിൽ കിടത്തി അവരെ താലോലിച്ച് അവരെ ഉറക്കി അവരുടെ മലമൂത്ര വിസർജ്യത്തിൽ അവരെ ഇങ്ങനെ സംരക്ഷിച്ച് കൂട്ടി വളർത്തുന്ന ആ ഒരു അമ്മയ്ക്ക് നിന്നെക്കുറിച്ച് ഒരുപാട് കരുതൽ അവരുടെ ജീവിതത്തിലുണ്ട്. രണ്ടാമതൊന്നുകൂടി ഗർഭം ധരിക്കാൻ വിസമ്മതിച്ചു നിന്റെ പ്രതി. നിന്റെ വളർച്ച, നിന്റെ സ്നേഹം, അമ്മയുടെ സ്നേഹം പങ്കിട്ടു പോകുമോ എന്ന ഭയം കൊണ്ട് രണ്ടാമതൊന്നുകൂടി ഗർഭം ധരിക്കാൻ വിസമ്മതിച്ച ഒരമ്മയെ കളയാൻ കൊണ്ടുപോകുമ്പോൾ നീ 2-3-4 കാര്യങ്ങൾ മനസ്സിൽ ഓർക്കണം. അതൊരു പക്ഷേ അവന്റെ മനസാക്ഷി അവനോട് പറയുന്നതായിരിക്കും. ഒരു ബസ് സ്റ്റാൻഡിലോ അല്ലെങ്കിൽ ഒരു റെയിൽവേ സ്റ്റേഷനിലോ കൊണ്ട് അമ്മയെ കളയരുത്. 2, നീ വഴിയിൽ ഉപേക്ഷിക്കരുത്. വഴിയിൽ ഉപേക്ഷിച്ചാൽ ആൾക്കൂട്ടത്തിൽ നിന്റെ പേര് വിളിച്ചവര് അലമുറയിട്ട് നിന്റെ പുറകെ നിന്നെ തിരക്കി എവിടെ എന്റെ മകനെ എന്ന് വിളിച്ചു വരുമ്പോ പുറകെ വരുന്ന ഒരു വാഹനത്തിന്റെ ഹോണടി കേൾക്കാൻ അമ്മയ്ക്ക് കഴിയാതെ പോകും, അപകടത്തിലേക്ക് പോകും. അതുകൊണ്ട് നീ ആൾക്കൂട്ടത്തില് പെരുവഴിയിൽ അമ്മയെ കൊണ്ട് നീ കളയരുത്. അതുപോലെ നീ അമ്മയെ ഏതെങ്കിലും സിനിമാശാലയിൽ കൊണ്ടിരുത്തി ഒരു സിനിമ കാണുന്നതിനിടയ്ക്ക് നിനക്ക് വേണമെങ്കിൽ ഇറങ്ങിപ്പോകാം. ആ അമ്മ സിനിമയിൽ ലയിച്ചിരിക്കും. സിനിമ കഴിയുമ്പോൾ മകനെ കാണില്ല. ആ അമ്മയ്ക്ക് ഇങ്ങനെ എന്ത് പറ്റിയെന്ന് ആ മകൻ അന്വേഷിക്കേണ്ടതില്ലല്ലോ, കളയാൻ കൊണ്ടുപോകുമല്ലേ. അങ്ങനെയും ചെയ്യരുത്. കാരണം എന്താണ്? അമ്മയ്ക്ക് ഈ ഒരു സിനിമ സ്ക്രീനിൽ കാണാൻ മാത്രമുള്ള കാഴ്ചയില്ല. പ്രായമായി അകലെ ഇരുന്ന് സ്ക്രീനിൽ ഒരു സിനിമ കാണാൻ മാത്രമുള്ള ആ കാഴ്ചയില്ലാത്ത പ്രായത്തില് ആ സിനിമ കാണാനോ ആസ്വദിക്കാനോ കഴിയില്ല. സിനിമാശാലയിലും നീ അമ്മയെ കൊണ്ട് കളയരുത്. നീ അമ്പലത്തിന്റെ നടയിൽ കൊണ്ട് അമ്മയെ ഉപേക്ഷിക്കരുത്. അങ്ങനെ ഉപേക്ഷിച്ചാൽ അമ്പലമാണ്. ഇങ്ങനെ ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു സ്ത്രീയെ ചുറ്റും ആള് കൂടും, ചാനലുകാർ വരും, പത്രക്കാർ വരും. അപ്പോ നിന്നെ കുറിച്ചിട്ടുള്ള ഒരു വാർത്ത പോലും ആ അമ്മയെ ഒരുപക്ഷെ വിഷമിപ്പിച്ചേക്കും. അതുകൊണ്ട് നീ അത് ചെയ്യരുത്. അപ്പോ പിന്നെ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ പിന്നെ കൊന്നു കളയുന്നതിനേക്കാൾ കൊന്നുകളയുന്നതായിരിക്കും നല്ലത്. അതാകുമ്പോൾ നിനക്ക് പരിചയവുമുണ്ട്. ആ ഒരു വാചകം മതി മകൻ ആരാണ് എന്ന് പറയാൻ. അങ്ങനെ ഈ ഒരു 2-3 പേജുകളിലായി ഇന്നത്തെ നമ്മുടെ ഒരു ഗൃഹാന്തരീക്ഷത്തിലെ വാർദ്ധക്യത്തിന്റെ ദൈന്യതയെ, അതിന്റെ നിസ്സഹായമായ ഒരു അവസ്ഥയെ എത്ര മനോഹരമായി ഈ 3 പേജില് ഒരു 250 വാക്കുകളിൽ ഈ കവിതയിൽ ഈ കഥയിൽ വിവരിക്കുന്നു. അത് തീർച്ചയായിട്ടും ഇന്നത്തെ കാലഘട്ടത്തിലെ ഈ കാലത്തിന്റെ നേർക്ക് പിടിച്ച കണ്ണാടി എന്നൊക്കെ നമ്മൾ പറയും. ഒരു കഥ എങ്ങനെയാണ് കേരളീയ ജീവിതത്തിന്റെ നേർക്ക് പിടിച്ച ഒരു കണ്ണാടിയായി മാറുന്നത് എന്ന്. അതുകൊണ്ട് തീർച്ചയായും ഈ കഥ മലയാള സാഹിത്യത്തിനൊരു മുതൽക്കൂട്ടാണ്. ഞാനത് വെറുതെ പറയുന്നില്ല, ഒരു ഭംഗിവാക്ക് പറയുന്നതല്ല കേട്ടോ. ഇന്നത്തെ കേരളീയ ജീവിതത്തിന്റെ ഏറ്റവും മനോഹരമായ ഒരു ദൃശ്യം. കാരണം അതാണ് നമ്മുടെ കേരളീയ ഭവനത്തിലെ ഒരു വാർദ്ധക്യത്തിന്റെ അവസ്ഥ. ഈ കഥ വായിക്കുമ്പോൾ 2-3 കാര്യങ്ങൾ മനസ്സിലേക്ക് വരും. അമ്മയെക്കുറിച്ച് ഏറ്റവും മനോഹരമായി എഴുതിയിട്ടുള്ളത് നമുക്കറിയാം. ശ്രീ ശങ്കരാചാര്യര് മാതൃപഞ്ചകം എന്ന് പറയുന്ന ഒരു കീർത്തനം എഴുതിയിട്ടുണ്ട്. 5 ശ്ലോകങ്ങൾ. ആ മാതൃപഞ്ചകം എന്ന് പറയുന്നത് ലോകത്തില് അമ്മയെക്കുറിച്ച് ഇതിനേക്കാൾ മനോഹരമായിട്ടുള്ള ഒരു കീർത്തനമില്ല. ശ്രീശങ്കരൻ എന്ന് പറയുന്ന ആൾ ഈ കാലടിയിൽ ജീവിച്ചിരുന്ന ആളാണല്ലോ. 7-ാം നൂറ്റാണ്ടിലോ 8-ാം നൂറ്റാണ്ടിലോ 8 വയസ്സ് പ്രായമായപ്പോൾ സന്യാസം സ്വീകരിച്ച് അമ്മയെ വിട്ട് ആര്യാമ്പ. ഇത് പിന്നെ കഥയല്ല, ചരിത്രമാണല്ലോ. ആര്യാമ്പയെ ഉപേക്ഷിച്ചല്ല അമ്മയിൽ നിന്ന്
പോയി വടക്കേ ഇന്ത്യയിൽ നർമ്മദാ തീരത്തുള്ള ഒരു പിന്നെ ഒരു സന്യാസിയെ ഗുരുവായി സ്വീകരിച്ച് അദ്ദേഹം പോവുകയാണല്ലോ. അപ്പോൾ ആര്യാമ്പയോട് ശ്രീശങ്കരൻ പറയുന്നുണ്ട്, അമ്മ എപ്പോൾ എന്നെ സ്മരിക്കുന്നോ ഞാൻ അപ്പോൾ അമ്മയുടെ സമീപത്തെത്തും. അങ്ങനെയാണ് ഏക മകൻ, ആര്യാമ്പയുടെ ഏക മകൻ, ഈ കാലടിയിലുണ്ടായിരുന്ന ശ്രീശങ്കരൻ അദ്ദേഹം നാടുവിട്ടു പോകുന്നത്. അമ്മയുടെ മരണസമയത്ത് ആ ശ്രീശങ്കരൻ വരുന്നുണ്ട്. ശ്രീശങ്കരൻ വന്ന് അമ്മയ്ക്ക് എല്ലാ അന്ത്യോപചാരങ്ങളും അർപ്പിച്ചുകൊണ്ട് അമ്മയുടെ ശവശരീരം ചിതയിൽ എടുത്തു വെക്കുമ്പോൾ ആ മകൻ എഴുതി സമർപ്പിക്കുന്ന ശ്ലോകമാണ് ഈ പറയുന്ന മാതൃപഞ്ചകം എന്ന് പറയുന്നത്. അതിനകത്ത് ശ്രീശങ്കരൻ പറയുന്ന ചില വരികളുണ്ട്. അമ്മയെ, അമ്മ മെലിഞ്ഞു പോയിരുന്നുവോ അമ്മേ എന്നെ ഗർഭിണിയായിരുന്നപ്പോൾ? അങ്ങനെയാണല്ലോ, ഗർഭാവസ്ഥയിൽ ഒരു സ്ത്രീ വിശപ്പില്ല, ദാഹമില്ല, 24 മണിക്കൂറും ഛർദിയാണ്, എന്ത് ഭക്ഷണം കഴിച്ചാലും ഛർദിക്കും. അതാണ് ഒരു ഗർഭാവസ്ഥയിൽ ഒരു 3-4 മാസത്തെ ഒരു അവസ്ഥ. അമ്മയെ, അമ്മ ക്ഷീണിച്ചു പോയിരുന്നുവോ അമ്മേ, അമ്മയ്ക്ക് വിശപ്പില്ലായിരുന്നുവോ അമ്മേ? അതുപോലെ എന്നെ പ്രസവിക്കുമ്പോൾ എല്ലുനുറുങ്ങുന്ന വേദന അനുഭവിച്ച് എന്നെ പ്രസവിച്ച് മലമയീ ശയ്യാച സംവത്സരേ, എൻ്റെ മലമൂത്രത്തിൽ അമ്മ എത്രയോ കാലം അമ്മ കടന്നിരുന്നു. ഒരു അറപ്പും തോന്നാതെ, ഒരു വെറുപ്പും തോന്നാതെ. മലമയീ ശയ്യാച സംവത്സരേ, എത്രയോ വർഷങ്ങൾ അമ്മ എൻ്റെ മലമൂത്രത്തെ ശയ്യയാക്കിയിരുന്നു. അങ്ങനെയുള്ള അമ്മയാണ്. ആ അമ്മയുടെ ഓർമ്മ ഈ കഥ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലേക്ക് വരിക്കും. ആ വാക്ക്, ആ വാചകങ്ങൾ, ആ കീർത്തനത്തിന്റെ ആ ഒരു വരി, ആ പിന്നെ സംസ്കൃത ശ്ലോകം മനസ്സിൽ നിന്ന് ഒരിക്കലും പോവില്ല. മലമയീ ശയ്യാച സംവത്സരേ, അങ്ങനെയാണ് കേരളത്തിലെ എല്ലാ അമ്മമാരും മക്കളെ വളർത്തിയിട്ടുള്ളത്. അങ്ങനെ വളർത്തിയ ഒരു മകൻ അമ്മയെ കൊണ്ട് കളയുമ്പോൾ അവിടെയാണ് ശ്രീനാരായണ ഗുരുവിന്റെ പിണ്ടനന്ദി എന്ന് പറയുന്ന ഒരു ചെറിയ പുസ്തകമുണ്ട്. പിണ്ടനന്ദി എന്ന് പറയുന്നത് ഈ ശ്രീശങ്കരന്റെ ഈ മാതൃപഞ്ചകം എന്ന് പറയുന്ന കവിതയെ ഉപജീവിച്ച് അദ്ദേഹം എഴുതിയ ഒരു ചെറിയ കൃതിയാണ് പിണ്ടനന്ദി. പിണ്ടനന്ദി ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതിന്റെ സാരാംശം അറിയാമല്ലോ. പിണ്ടനന്ദി ഗർഭത്വ ശിശുവിന്റെ ഭ്രൂണം, അതാണ് പിണ്ടം എന്ന് പറയുന്നത്. ഭ്രൂണമാണ്. ആ ഭ്രൂണത്തിന്റെ ഈശ്വര പ്രാർത്ഥനയാണ്. ഭ്രൂണത്തിന്റെ ഈശ്വര പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു 10-280 ദിവസം, ഒരു 4-5 മാസക്കാലം ഈ ഗർഭാവസ്ഥയിലിരിക്കുന്ന ഒരു ഭ്രൂണം, അവിടെ പിന്നെ ശ്രീനാരായണ ഗുരു എഴുതുന്നു, ഗർഭത്തിൽ വെച്ച് ഭഗവാൻ അടിയന്റെ പിണ്ടം. ആരാ എന്നെ സംരക്ഷിക്കാനുള്ളത്? അമ്മയുടെ ഗർഭത്തിൽ വെച്ച് ആരാ സംരക്ഷിക്കുന്നു? അടിയൻ. അങ്ങാണ് ഗർഭത്തിൽ വെച്ച് ഭഗവാൻ അടിയന്റെ പിണ്ടം എപ്പോഴും അൻപോട് ചേർത്ത കൃപാലുവല്ലി എന്നൊക്കെ തുടങ്ങുന്ന എന്നെ അമ്മ എന്നെ അകമേ ചുമടായി കിടത്തി. അങ്ങനെ 8 മാസം നൊന്ത് പ്രസവിച്ച അമ്മയെ എന്നെ കളയുന്ന ഒരു മകൻ, ഒരു ഉടുപ്പമില്ലാണ്ട്, ഒരു മനസാക്ഷിത്വമില്ലാതെ അങ്ങനെ ചെയ്യുമ്പോൾ ആ ഒരു ഓർമ്മ നമ്മുടെ മനസ്സിലേക്ക് വരും. മാതൃദിനത്തിന് നമ്മളെ ഇങ്ങനെ നടത്തിയ ഒരു പുസ്തകം മനസ്സിലുണ്ട്. ഡോക്ടർ അബ്ദുൾ സമദ് സമദാനി മാതൃദിനത്തിലെ, ലോക മാതൃദിനത്തിന് നടത്തിയ ഒരു പ്രസംഗമുണ്ട്. ആ പ്രസംഗവും ഇതാണ്. ആ പ്രസംഗത്തിലും ഖുറാനിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. ഖുറാനിലെ മുഹമ്മദ് നബി അദ്ദേഹത്തോട് ശിഷ്യൻ ചോദിക്കുന്നു, എന്റെ ജന്മത്തിന് ഞാൻ ആരോട് നന്ദി പറയണം? അപ്പോൾ മുഹമ്മദ് നബി പറയുന്നു, നിന്റെ മാതാവിനോട് പറയണം. അപ്പോൾ രണ്ടാമത് ഞാൻ ആരോടാണ് നന്ദി പറയേണ്ടത്? അപ്പോൾ മുഹമ്മദ് നബി പറയുന്നു, നിന്റെ മാതാവിനോട് തന്നെ. മൂന്നാമതും ചോദിക്കുന്നു, പിന്നെ മാതാവ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആരോട് നന്ദി പറയണം? അപ്പോൾ മുഹമ്മദ് നബി പറയുന്നു, നിന്റെ മാതാവിനോട്. വീണ്ടും ചോദിക്കുകയാണ്. അപ്പോ 4ാമത് ചോദിക്കുമ്പോഴാണ് പറയുന്നത്, നിന്റെ പിതാവിനോട്. അങ്ങനെ 3 പ്രാവശ്യം മാതാവും 4ാമത് മാത്രം പിതാവും കടന്നു വരുന്ന ആ ഒരു സുഹൃതത്തിന്റെ പേരാണ് മാതൃത്വം. ആ ഒരു സുഹൃതത്തിന്റെ പേരാണ് മാതൃത്വം. ആ പിണ്ടനന്ദിയില് ഗുരുദേവൻ പറയുന്നുണ്ട്, നീ നിന്റെ ഗർഭാവസ്ഥയിൽ നിനക്ക് ആവശ്യമായ പോഷണങ്ങൾ, ശ്വാസം അതെല്ലാം നൽകിയിരുന്നത് നിന്റെ അമ്മയുടെ വയറ്റിൽ നിന്ന് ഒരു കേബിൾ വയർ. അതാണ് പൊക്കിൾക്കൊടി എന്ന് പറയുന്നത്. പ്രസവിച്ച് ഒരാഴ്ച കഴിയുമ്പോൾ ഒരു വികൃതമായ ഒരു അവയവം പോലെ നമ്മുടെ ഈ പൊക്കിളിൽ നിന്ന് കടന്നു പോകുന്ന ആ പൊക്കിൾക്കൊടി ഉണ്ടല്ലോ, ആ പൊക്കിൾക്കൊടി എന്ന് പറയുന്നത് നിന്റെ ഗർഭാവസ്ഥയില് അമ്മയുടെ ഭ്രൂണം. ആ ഭ്രൂണം വളരുമ്പോൾ അമ്മയുടെ ശരീരത്തിൽ നിന്ന് നിന്റെ ശരീരത്തിലേക്ക് ബന്ധിച്ചിരുന്ന ആ ഒരു കേബിൾ വയറാണ്. അതിലൂടെയാണ് നിനക്ക് പോഷണം ലഭിച്ചിരുന്നത്, അതിലൂടെയാണ് നിനക്ക് ശ്വാസം ലഭിച്ചിരുന്നത്, ജീവശ്വാസം ലഭിച്ചിരുന്നത്.
അവിടെ ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്ന ഒരു വാചകമുണ്ട്, ഇതൊന്നും മനസ്സിൽ നിന്ന് ഒരിക്കലും പോവില്ല, മരിച്ചാലും പോവില്ല. ഈ പൊക്കിൾക്കൊഴി എന്ന് പറയുന്ന ഈ വയറ്റിലുള്ള ഈ അടയാളമുണ്ടല്ലോ, പൊക്കിൾക്കൊഴി, ആ അവയവത്തിന് ഒരു ഉപയോഗമില്ല, ആ അവയവത്തിന് ഒരു ഉപയോഗമില്ല. പക്ഷേ സർവേശ്വരൻ വിചാരിച്ചു എന്ത്, ലോകത്തെ ഒരു ശസ്ത്രക്രിയ കൊണ്ട് മനുഷ്യന്റെ ശരീരത്തിലെ പൊക്കിൾക്കൊടി ഇല്ലാതാക്കാനാവില്ല. മനുഷ്യന്റെ ശരീരത്തിലെ പൊക്കിൾക്കൊടി ഒരു ശസ്ത്രക്രിയ കൊണ്ടും ഇല്ലാതാക്കാനാവില്ല. അമ്മയെ തൊഴിക്കാൻ കാലുയർത്തുമ്പോ ആ അവയവം നിന്റെ ശരീരത്തിൽ ഇരുന്ന് തേങ്ങണം. ഇതാണ് അദ്ദേഹം പറയുന്നത്. അമ്മയുടെ നേർക്ക് കാലുയർത്തുമ്പോ, അമ്മയുടെ ചെവിട്ടത്ത് അടിക്കാൻ കൈ ഉയർത്തുമ്പോ ആ അവയവം നിന്റെ ശരീരത്തിലിരുന്ന് തേങ്ങണം. അപ്പോ ഇതെല്ലാം സർവേശ്വരൻ ചിന്തിച്ച് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. മാതൃത്വം എന്താണ് എന്നുള്ളതാണ്. ആ മാതൃത്വത്തിന്റെ ആ മഹത്തായ ഒരു സംഗതി ഇതിനകത്ത് വരുന്നത്. തീർച്ചയായിട്ടും എനിക്ക് അത്ഭുതം, ഈ കഥ വായിച്ചിട്ട് എനിക്ക് വലിയ അത്ഭുതം തോന്നി. കാരണം അത്രയും ഭംഗിയായ ഒരു ചെറിയ ഒരു കഥയിൽ ഇത് എഴുതി വെക്കുമ്പോഴേക്കും അത് നമ്മുടെ മനസ്സിനെ വല്ലാണ്ട് മതിക്കുന്ന ഒരു കഥയായി അത് മാറുന്നുണ്ട്. ഇവിടെ മാതാവിനെ കുറിച്ച് മാത്രമല്ല, പിതാവിനെ കുറിച്ചും ഉണ്ട്. അതുപോലെ അവളുടെ സ്വപ്നങ്ങൾ എന്ന് പറയുന്ന കഥ, ഒരു 2 തലമുറയുടെ സ്വപ്നങ്ങൾ, മകള്, അമ്മ, അവളുടെ സ്വപ്നങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ മനോഹര ചെറിയ ചെറിയ കഥകളാണ്. അച്ഛനെ കുറിച്ച് ഉള്ളതുണ്ട്. അച്ഛന്റെ പടം എന്ന് പറയുന്ന ഒരു ചെറുകഥയുണ്ട്. അതിനകത്ത് അച്ഛനെ സ്നേഹിക്കുന്ന ഒരു ഹോം നേഴ്സ്, മകനറിയില്ല, മകനാ സ്നേഹമൊന്നുമില്ല. പക്ഷെ അച്ഛന്റെ ശിഷ്യനായ ഒരു ചെറുപ്പക്കാരൻ വലിയ മിടുക്കനായിരുന്നു. അവൻ വിദേശത്ത് നല്ല ജോലിയോ നല്ല വിദ്യാഭ്യാസമില്ല. അവൻ നാട്ടിൽ വരുമ്പോഴാണ് ഒരു പരസ്യം കാണുന്നത്, ഒരു വൃദ്ധനെ പരിചരിക്കാൻ ആളെ ആവശ്യമുണ്ട്. ആളാരാണെന്ന് മനസ്സിലായപ്പോൾ ആ ചെറുപ്പക്കാരൻ വരികയാണ്. ആ ചെറുപ്പക്കാരൻ വന്ന് ഒരു 4-6 മാസക്കാലം ആ മനുഷ്യനെ പരിചരിക്കുകയാണ്. ആ മനുഷ്യനെ ഇടയ്ക്ക് അയാളെ പറഞ്ഞു വിടുന്നുണ്ട്. പക്ഷേ ആ മനുഷ്യൻ അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ഫോട്ടോ എടുക്കാൻ മകന്റെ ഫോണിലില്ല, ആരുടെ ഫോണിലില്ല. അതാണ് നമുക്ക് ഇപ്പോൾ ഡസ്റ്റോയവ്സ്കി എന്ന് പറയുന്ന മഹാനായ റഷ്യൻ എഴുത്തുകാരൻ, അദ്ദേഹം ഈ കാരമസോവ് സഹോദരന്മാർ എന്ന് പറയുന്ന നോവലില് ഒരിടത്ത് പറയുന്നുണ്ട്, സ്വന്തം പിതാവിന്റെ മരണം രക്ഷിക്കാത്ത ഒരു മകനാണുള്ളത്. ഇതൊരു മകന്റെ മനഃശാസ്ത്രമാണ് ശരിക്ക്. അവിടെ അച്ഛന്റെ ഫോട്ടോ അവന്റെ ഫോണിലില്ല. പട്ടിക്ക് കേക്ക് കൊടുക്കുന്നതുണ്ട്, പട്ടിയെ കുളിപ്പിക്കുന്നതുണ്ട്, പട്ടിയെ ഇങ്ങനെ ഓമനിക്കുന്ന ഫോട്ടോയുണ്ട്, വേറെ ഒരുപാട് ഫോട്ടോയുണ്ട്. പക്ഷേ സ്വന്തം അച്ഛൻ്റെയോ അമ്മയുടെയോ ഫോട്ടോ ഇല്ല. മരിച്ചു കഴിഞ്ഞ് ഒരു ഫ്ലക്സ് വെക്കാൻ അവന്റെ മൊബൈലിൽ ഇല്ല. അത് ഓരോ കഥയിലും കേട്ടോ, കഥയായാലും കവിതയായാലും എന്താണ്, മക്കളെക്കാൾ ഉമ്മതത്തിരുന്ന് മടുത്തപ്പോഴാണ് ഞാൻ മോർച്ചറിയിലേക്ക് മാറിക്കിടന്നത്. ഒരു ചെറിയ കവിതയാണ്. ശ്രീരാ മുകുന്ദൻ എന്ന് പറയുന്ന എഴുത്തുകാരിയുടെ ഒരു 4 വരി കവിതയാണ്. ഇതെല്ലാം നമ്മുടെ കേരളീയ ജീവിത പരിസരത്തിൽ ഇങ്ങനെ കാണിക്കുന്നതാണ്. മക്കളെക്കാൾ ഉമ്മതത്തിരുന്ന് മടുത്തപ്പോൾ ഞാൻ മോർച്ചറിയിലേക്ക് മാറിക്കിടന്നു. മരിച്ചു. മക്കളെ കാത്തുകാത്തിരുന്ന് മരിച്ചു. മക്കൾ വിദേശത്തെവിടെയെങ്കിലും ജോലിയായിരിക്കും. അങ്ങനെ മോർച്ചറിയിൽ കടന്നിട്ടും കാത്തിരിപ്പ് അവസാനിക്കുന്നില്ല. അതാണ് ആ കവിതയുടെ പ്രത്യേകത. മോർച്ചറിയിൽ കടന്നിട്ടും കാത്തിരിപ്പ് അവസാനിക്കുന്നില്ല. കാരണം എന്താ, അച്ഛൻ മരിച്ചു എന്ന് കേട്ടാൽ ഓടി വരും മക്കള്. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും ബന്ധപ്പെട്ട് ഓടി വരും. പക്ഷേ ഇപ്പൊ എന്താ ചെയ്യുന്നത്, അച്ഛൻ മരിച്ചോ, ഫ്രീസറിലേക്ക് വെച്ചേക്കും. ഫ്രീസറിലേക്ക് വെച്ചാൽ പിന്നെ സമാധാനമാണ്, സൗകര്യം പോലെ വന്നാൽ മതി. കുട്ടികളെയും കൂട്ടി ഫ്ലൈറ്റ് ടിക്കറ്റ് എല്ലാം കിട്ടുമ്പോൾ ആഘോഷമായി ഒരു വിനോദയാത്ര പോലെ അന്യനാട്ടിൽ നിന്ന് വരികയും തന്റെ വീടിന്റെ പരിസരത്ത് വരുമ്പോൾ മാത്രം ദുഃഖത്തിന്റെ മുഖം മൂടിയെടുത്ത് മുഖത്തണിഞ്ഞ് ആ വീട്ടിൽ വന്ന ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്താൽ മതി. ആത്മാർത്ഥമില്ലാത്ത മനുഷ്യന്റെ ദ്വന്ദ്മുഖം, ഇരട്ട മുഖം, ഇതെല്ലാം നമ്മുടെ ജീവിത പരിസരമാണ്. അച്ഛനാവട്ടെ അമ്മയാവട്ടെ, അത് ഈ അച്ഛന്റെ പടം എന്ന് പറയുന്ന ഈ കഥ ഇത് വായിച്ചപ്പോൾ ഞാൻ ആ കവിത ഓർക്കുകയും അങ്ങനെ ആ ഉള്ള ഒരു സാഹചര്യം, ആ ജീവിത സാഹചര്യം ഇതിനകത്ത് കൊണ്ടുവരുന്നുണ്ട്. പിന്നെ കുറെ 16 കഥകളും ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഒരു കുടുംബിന്റെ കഥ എന്ന് പറയുന്ന തരത്തില് പൂമാറ്റയായി രൂപപരിണാമം ചെയ്യുന്ന ഒരു പുള്ളും അതിനെ സ്നേഹിക്കുന്ന ഒരു കുഞ്ഞ്, അതൊക്കെ വായിച്ചാൽ എന്ന് മാത്രമേ അതിനെക്കുറിച്ച് പറയാൻ പറ്റൂ. പിന്നെ ക്യാൻസർ ബാധിതയായ ഒരു അമ്മയെ പരിചരിക്കുന്ന ഒരു മകളുടെ ഒരു കഥയുണ്ട്. മോർഫിൻ കഴിച്ച് വേദന നടക്കുന്ന ഭർത്താവ് ഉപയോഗിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അമ്മയെ സംരക്ഷിക്കുന്നത് പുണ്യം പോലെ കരുതുന്ന മക്കളുണ്ട് കേട്ടോ. അച്ഛനമ്മമാരെ
സംരക്ഷിക്കുന്നത് പുണ്യമായിട്ട് കരുതുന്ന ആളുകളുമൊക്കെ ഉണ്ട്. അമ്മയുടെ പഴയകാലവും പിന്നെ അമ്മയുടെ ഒരു പ്രണയത്തെ കുറിച്ചുള്ള ഒരു ഇതുമെല്ലാം അത് വായിക്കുമ്പോൾ നമുക്ക് ആ എം ഡിയുടെ തീർത്ഥയാത്ര എന്ന് പറയുന്ന ഒരു കഥ ഓർമ്മ വരും. ചെറുകഥ വാനപ്രസ്ഥം എന്ന് പറയുന്ന സിനിമയെല്ലാം അതിനകത്തേക്ക് നമ്മുടെ മനസ്സിലേക്ക് കടന്നുപോയി. അങ്ങനെ ഒരുപാട് കഥകള് ഒരുപാട് ഇതിനകത്തുണ്ട്, ഒരുപാടുണ്ട്. ഭാഗ്യയുടെ വീട് എന്ന് പറയുന്ന ഒരു കഥയുണ്ട് ഇതിനകത്ത്. ആ കഥയിലെ പേരുകൊണ്ട് ഭാഗ്യയാണ്, പക്ഷെ നിർഭാഗ്യവതിയായ ഒരു പെൺകുട്ടിയെ കുറിച്ചാണ്. ഭർത്താവ് ഡോക്ടറാണ്, കാർഡിയോളജിസ്റ്റാണ്, ഹൃദയത്തെ കുറിച്ച് പഠിച്ചിട്ടുള്ളയാളാണ് കാർഡിയോളജിസ്റ്റ്. പക്ഷെ സ്വന്തം ഭാര്യയുടെ ഹൃദയം എന്താണെന്ന് അറിയില്ല. അങ്ങനെയുള്ള വീടുകളിൽ ഭർത്താവ് ഒരുപക്ഷെ ഭാര്യയെ മനസ്സിലാക്കാത്ത ഭർത്താവുള്ള വീടുകളിൽ ഒറ്റപ്പെട്ട് കഴിഞ്ഞു പോകേണ്ടി വരുന്ന ഭാര്യമാരുള്ള വീടുകളുണ്ട്. അവിടെയെല്ലാം പ്രതിനിധീകരിക്കുന്ന ഒന്നാണിത്. അത് വായിക്കുമ്പോൾ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലേക്ക് വരും. സ്വന്തം ഭാര്യയ്ക്കൊരു ഹൃദയമുണ്ടെന്ന് അയാൾക്ക് അറിയില്ല. അയാൾക്ക് അയാളുടെ ആശുപത്രി രോഗികള് പിന്നെ അതുപോലെയുള്ള കാര്യങ്ങളിൽ മാത്രം വ്യാപൃതനാകുന്ന ഒരു ഭർത്താവ്, ആ ഭർത്താവിനെയും മക്കളെയും എല്ലാം പരിചരിച്ച് സ്നേഹിച്ച് കഴിയുന്ന ഒരു ഭാര്യ. അപ്പോ അങ്ങനെ ഉള്ള ഒരു ജീവിതാവസരം, ഒരു പരിസരം നമ്മുടെ കേരളത്തിലുണ്ട്, ഒരുപാട് കുടുംബങ്ങളിലുണ്ട്. ഇപ്പോൾ നമ്മൾ മാധവിക്കുട്ടിയുടെ നെയ്പായസം എന്ന് പറയുന്ന കഥ അതുതന്നെയാണല്ലോ. നെയ്പായസം എന്ന് പറയുന്ന കഥയും അതുപോലത്തെ ഒരു മനസ്സിനെ ഇങ്ങനെ വന്ന് തൊടുന്ന ഒരു കഥയാണ്. ഭാര്യ ഇങ്ങനെ മരിച്ചു, ഭർത്താവ് വരുമ്പോൾ ഭാര്യ മരിച്ചു കിടക്കുന്നു. അടുക്കളയിൽ ചാരി വെച്ച് ചൂലിന്റെ സമീപം ഭാര്യ മരിച്ചു കിടക്കുന്നു. ആ ചൂല് മാത്രം മതി. ആ പറയുന്നത് അടുക്കളയിൽ ചാരി വെച്ച ചൂലിന്റെ സമീപം അവൾ മരിച്ചു കിടക്കുന്നു. മരണാനന്തരം ശവസംസ്കാരം കഴിഞ്ഞാൽ വീട്ടിലേക്ക് തിരിച്ചു വരുന്ന ഭർത്താവും മക്കളുടെയും ഒരു ചിത്രമുണ്ട്. ഭാര്യ ജീവിച്ചിരിക്കുമ്പോഴുള്ള വീടല്ല ഭാര്യ മരിച്ചു കഴിഞ്ഞുള്ള വീട്. അമ്മ ജീവിച്ചിരിക്കുമ്പോഴുള്ള വീടല്ല അമ്മ മരിച്ചു കഴിയുമ്പോഴുള്ള വീട്. അത് മക്കൾ പെട്ടെന്ന് തിരിച്ചറിയും. അപ്പോ മരിക്കുന്നതിന് മുമ്പ് അവൾ നെയ്പായസം ഉണ്ടാക്കി വെച്ചിട്ടാ പോയത്. കുട്ടികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണം നെയ്പായസം, അതുണ്ടാക്കി വെച്ചിട്ടാണ് ആ സ്ത്രീ മരിച്ചു പോകുന്നത്. ഞാൻ പറയുന്നത് ഇതെല്ലാം ഈ പിന്നെ കഥകളിലൂടെ, ഈ ഭാഗ്യയുടെ വീട് എന്ന് പറയുന്ന ഈ കഥയിലൂടെ ഭർത്താവുണ്ടായിട്ടും വിധവയെ പോലെയും മക്കളുണ്ടായിട്ടും അവരുടെ സ്ത്രീജന്മങ്ങളെ കുറിച്ചാണ് ഇവിടെ ഈ കഥ അതിനകത്ത് വരുന്നത്. ഭൂമരം എന്ന് പറയുന്ന മറ്റൊരു കവിത. മനുഷ്യൻ എങ്ങനെ ജീവിക്കണം, ഒരു ഭൂമരമായി ജീവിക്കണം എന്നുള്ള. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് വായിക്കുക, ആസ്വദിക്കുക. കാലത്ത് ഇതിന്റെ കഥകളുണ്ട് തൊഴിലുമായി ബന്ധപ്പെട്ട്. പിന്നെ കോടതിയുമായി ബന്ധപ്പെട്ട കുറച്ച് വിഷയങ്ങൾക്ക് പോകും. ഒരു കോടതിയിലെ ഒരു തൊഴിലിന്റെ പരിസരവുമില്ല. അപ്പൊ അതുകൊണ്ട് തീർച്ചയായും കുറെ കഥകളുണ്ട്. അത് നിങ്ങൾ വായിക്കണം, ആസ്വദിക്കണം. നമ്മുടെ നാട്ടില് നമുക്ക് അഭിമാനകരമായി എഴുത്തിൽ ഉപാസിക്കുന്ന ഒരു എഴുത്തുകാരിയാണ്. ഒരുപാട് ഭാവിയുണ്ട്. തീർച്ചയായും നല്ല സമ്പന്നമായ രീതിയിൽ ഉണ്ടാകട്ടെ നമുക്ക് ആശംസിച്ചുകൊണ്ട് ഞാൻ വ്യക്തമായി ദിനത്തെക്കുറിച്ച് പറയാനായിട്ട് ഞാൻ കൂടുതലങ്ങ് വിശദീകരിച്ച് പറയുന്നില്ല. കാരണം നമ്മുടെ സ്വപ്ന മാഡം പറഞ്ഞല്ലോ, വനിതകൾ വളരെ കുറവാണ്, പുരുഷന്മാരാണ് കൂടുതൽ. പക്ഷെ എനിക്ക് വളരെ സന്തോഷമാണ് തോന്നിയത്. കാരണം എന്ന് വെച്ചാൽ പുരുഷന്മാരാണ് ഇതറിയേണ്ടത്, കേൾക്കേണ്ടത്. അതുകൊണ്ട് തന്നെ വനിതകൾ കുറഞ്ഞാലും പുരുഷന്മാരെ കണ്ടപ്പോൾ എനിക്ക് സന്തോഷമാണ് തോന്നിയത്. കാരണം ഇന്ന് നമ്മളുടെ ഓർക്കാപ്പുറത്താണെങ്കിലും പ്രസന്ന സാറാണ് ഇതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. അതും ഇതിന്റെ ഒരു മഹത്വമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം സരിത ടീച്ചറിന്റെ വരാൻ എന്തോ അസൗകര്യം കൊണ്ടായിരുന്നു, അതുകൊണ്ടായിരിക്കാം. പക്ഷെ വനിതാ ദിനത്തെ കുറിച്ച് ഞാൻ കൂടുതൽ ഇപ്പോൾ സംസാരിക്കുന്നില്ല. ഒരുപാട് പറയാനുണ്ട്, അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ ഇപ്പൊ ഇവിടെ വരാൻ കാരണം പലവട്ടവും പിന്നെ സെക്രട്ടറി സാറും എന്നെ ഇവിടെ വിളിച്ചിട്ടുണ്ട്. വ്യക്തിപരമായ കാരണങ്ങളാൽ എനിക്ക് എത്തിപ്പെടാൻ സാധിച്ചിട്ടില്ല. ഇന്ന് നമ്മുടെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് കുമാരിയായിട്ട് എനിക്ക് ഒരു 5-6 വർഷത്തെ പരിചയമാണ്. അത് എഴുത്തിലൂടെയാണ് ആ പരിചയം വന്നത് തന്നെ. തന്നെയുമല്ല കുമാരിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു വളരെ മൗനമായിട്ടുള്ള ഒരു എഴുത്തുകാരിയാണ്. ഈ പുസ്തകം ഞാൻ തന്നെ അത് എഴുതി വാങ്ങണമെന്ന് കുറെ നാളുകളായിട്ട് പറഞ്ഞ് ഇന്ന് ഈ വനിതാ ദിനത്തിലാണ് അതിന്
അത് വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു സന്ദർഭമായിട്ട് തന്നെ ഞാൻ കരുതുന്നത്. കാരണം ഇതിനു വേണ്ടിയിട്ടായിരിക്കും ഒരുപാട് നാളുകൾ ഓരോ ഡേറ്റ് പറഞ്ഞ് മാനസേച്ചി തന്നെ ഇതിന് കേട്ട് വാങ്ങണം എന്നൊരു ആഗ്രഹം കുമാരിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഈ ദിനത്തിന് വേണ്ടിയിട്ടാണ് ഈ പുസ്തകം എനിക്ക് ഏറ്റുവാങ്ങാൻ സാധിച്ചത്. അതെനിക്ക് വളരെ സന്തോഷമാണ്. കാരണം വെച്ചാൽ ഈ പുസ്തകം അമ്മയെ കളയുമ്പോൾ എന്ന ഈ പുസ്തകത്തിൽ ഒരു 16 കഥകളുണ്ട്. പ്രസന്ന സാറ് നല്ല വിശദമായിട്ട് പറഞ്ഞു. ഇപ്പൊ ആ ധനുഷ് മോനും അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് ഓരോ കഥകളെ കുറിച്ച് പറഞ്ഞു. 16 കഥകളാണെങ്കിലും ഇതിൽ നമുക്ക് പെട്ടെന്ന് വായിച്ചു തീർക്കാവുന്ന കഥകളാണ്. കുമാരിയുടെ കഥകളെല്ലാം തന്നെ 3, 4, 2, 3 പേജ് കൂടുതൽ അത്രേ വരുള്ളൂ. പക്ഷെ അതിൽ ഒരുപാട് ജീവിത ഗന്ധികളുണ്ട്. ഓരോ കഥകളിലും ജീവിതത്തിന്റെ അനുഭവമാണ്, ജീവിതത്തിന്റെ മണമാണ് നമ്മൾ അറിയുന്നത്. ഇപ്പൊ ഏറ്റവും ഇതിന്റെ ഈ കഥ, ഈ പുസ്തകത്തിന്റെ പേര് തന്നെ അമ്മയെ കളയുമ്പോൾ എന്നുള്ളതാണ്. അത് വളരെ അർത്ഥവത്താണ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ആനുകാലിക നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വൃദ്ധസദനങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഇതെല്ലാവർക്കും മനസ്സിലൊരു നൊമ്പരമാണ് ഈ കഥ. കാരണം ഒരുപാട് കാര്യങ്ങൾ അച്ഛനെ ഓർക്കുന്നതായിട്ടാണ്, അച്ഛൻ മകനോട് പറയുന്നതായിട്ടാണ് എനിക്ക് വായിച്ചപ്പോൾ. അച്ഛൻ മകനോട് അമ്മയെ കുറിച്ച് പറയുകയാണ്, അമ്മയെ കളയുമ്പോൾ നീ എന്തൊക്കെ ചെയ്യണം, കാരണം അമ്മയെ കുറിച്ച് ആ അച്ഛൻ ശരിക്കും മനസ്സിലാക്കിയിരിക്കുകയാണ്. അമ്മ ആരാണ്, അമ്മ എങ്ങനെയാണ്, അമ്മയുടെ സ്വഭാവം എന്താണ്, ഓരോ സ്ഥലത്ത് കൊണ്ട് നീ ഉപേക്ഷിക്കുമ്പോഴും അതിന് ഇന്ന കാരണങ്ങളുണ്ടെന്ന് പിന്നെ മോനോട് അച്ഛൻ പറയുന്നതായിട്ടാണ് അവൻ ഈ കഥയിൽ വരുന്നത്. കാരണം സിനിമാ ശാലയിൽ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ ദൂരക്കാഴ്ച അമ്മയ്ക്കില്ല, അതുകൊണ്ട് അമ്മയ്ക്കൊന്നും കാണാൻ പറ്റില്ല. വഴിയിൽ ഇട്ട് കഴിഞ്ഞാൽ വണ്ടികളുടെ ഹോൺ അടിക്കുന്ന നമുക്ക് കേൾക്കാൻ സാധിക്കില്ല. അങ്ങനെ അമ്മയെ കുറിച്ച് പഠിച്ച അല്ലെ ഭാര്യയെ കുറിച്ച് മനസ്സിലാക്കിയ ഒരച്ഛനെ നമുക്കിതിൽ കാണാൻ സാധിക്കും. ഇന്ന് നമുക്ക് നടക്കുന്ന സംഭവങ്ങളിലെ ഏറ്റവും എല്ലാ കഥകളും നമുക്ക് ഇതിലിപ്പം അമ്മയെ കളയുമ്പോൾ അവളുടെ സ്വപ്നങ്ങൾ, അച്ഛൻ്റെ പടം, ഒരു പടം സ്വന്തം അച്ഛൻ്റെ പടം ഇല്ല, ഒരാവശ്യത്തിന് അദ്ദേഹത്തിന്റെ മരണശേഷം ഇല്ല, അതൊരു നോക്കാൻ വന്ന ഒരുത്തന്റെ കയ്യിലാണ് ആ പടം ഉള്ളത്. അങ്ങനെയല്ല. അതുപോലെ മൂത്തോട് ഇച്ഛാത്തെ. പിന്നെ കുമാരിയുടെ കഥകൾക്ക് ഒരു വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എത്ര കാര്യമാത്ര പ്രസക്തമായ കഥയാണെങ്കിലും അതിലൊരു നർമ്മം കുമാരി കൊണ്ടുവന്നിരിക്കും. 3 വരിയാണെങ്കിലും അതിലൊരു നർമ്മം കാണും. നമ്മളിങ്ങനെ വായിച്ചു വരുമ്പോൾ ഊറിച്ചിരിച്ചു പോകും. ഊറിച്ചിരിക്കും. ചില വാചകങ്ങൾ നമ്മൾ പൊട്ടിച്ചിരിക്കും. അതാണ് കുമാരിയുടെ ഒരു വലിയ ഒരു നർമ്മം. നമ്മൾ ഹാസ്യം പറയാനും ഹാസ്യം പറഞ്ഞ് ചിരിപ്പിക്കാനും അല്ലെങ്കിൽ ഹാസ്യം അഭിനയിക്കാനും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എളുപ്പമുള്ളൊരു സംഗതിയമല്ല ഹാസ്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സാഹിത്യത്തിൽ കുമാരിയുടെ എൻ്റെ ഒരു പ്രത്യേകത കുമാരിക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യ ജീവിതത്തിൽ നമ്മൾ കാണുന്ന, പ്രകൃതിയിൽ കാണുന്ന എല്ലാ ജീവജാലങ്ങളും കുമാരിയുടെ കഥാപാത്രങ്ങളാണ്. അത് വളരെ നമുക്കത് വായിച്ച് ജസ്റ്റ് എ മിനിറ്റ് എന്ന് പറഞ്ഞൊരു കഥയായിരുന്നു. അത് 2-3 വരികളെ അതിലുള്ളൂ. പക്ഷെ അതിൽ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് ആ കഥകളിൽ. പിന്നെ 6 പുസ്തകത്തോളം ഇപ്പോൾ പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞു. ഒരു നോൺ വെജിറ്റേറിയൻ കഥകളെന്ന് പറഞ്ഞ് കഴിഞ്ഞ ഈ മാസം തന്നെ തിരുവനന്തപുരത്ത് പ്രസിദ്ധീകരിച്ചു. പരിധി പബ്ലിക്കേഷനായിരുന്നു. അത് ഞാൻ വായിച്ചില്ല, ഈ പുസ്തകം വായിച്ചിട്ടുണ്ട്. ഓരോ കഥകളിലും കാര്യം മാത്രമാണേ പോലും അതിൻ്റെ അകത്ത് ഒരു നർമ്മം കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാറുണ്ട്. ഇല്ലേ കുമാരി? ഊറിച്ചിരിച്ചു പോകും നമ്മളിത് വായിക്കുമ്പോൾ. അത് ശരിക്കും അതൊരു പ്രത്യേക ഒരു കഴിവാണ്. നമുക്കൊരു അത്ഭുതമാണ്, ഒരു വിസ്മയമാണ് എനിക്ക് കുമാരിയുടെ ഓരോ കഥകളും. ഞാൻ ചിലപ്പോൾ ഇത് എങ്ങനെ എഴുതുന്നു, കാരണം ഓരോ ജീവജാലങ്ങൾ പോലും കുമാരിയുടെ കഥയിൽ കഥാപാത്രങ്ങളാണ്. അതൊരു പ്രത്യേക കഴിവല്ലേ, അതൊരു മാജിക്ക് തന്നെയാണ്. അത് പറയാതിരിക്കാൻ പറ്റുന്നില്ല. ഇനിയും ഇതുപോലെ ഒരുപാട് സാഹിത്യ മേഖലകളിൽ എത്തട്ടെ എന്ന് ശരിക്കും ആത്മാർത്ഥമായിട്ട് പറയുകയാണ്. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നമസ്കാരം. അനുബന്ധയുടെ പ്രവൃത്തി മുസ്ലിം ഉൾപ്പെടെയുള്ള ഒന്നായി അവതരിപ്പിച്ചുകൊണ്ട് മോഷണം എന്നതിന് പരമ്പരാഗത അർത്ഥത്തിൽ വെല്ലുവിളിക്കുന്നു. ആവശ്യമില്ലാത്ത അമ്മയെ ഉപേക്ഷിച്ചു പോയ ഒരു വീട്ടിൽ നിന്ന് മോഷിക്കാനുള്ള നായകന്റെ ഉദ്ദേശം പ്രായമായ അവഗണനയുടെ ഹൃദയഭേദകമായ യാഥാർത്ഥ്യത്തെ എടുത്തു കാണിക്കുന്നു. യുവാവും വൃദ്ധനും തമ്മിലുള്ള സംഭാഷണവും പരിഹാസവും ആഴവും തടഞ്ഞതും സമൂഹം ഈ പ്രവൃത്തിയെ ഒരു കുറ്റകൃത്യമായി വിധിക്കുമെങ്കിലും സ്നേഹത്തെ സാമൂഹിക മാനദണ്ഡങ്ങളെ മറികടക്കാൻ കഴിയുക
ഉറപ്പ് എന്ന വാചകം മനുഷ്യബന്ധങ്ങളെ കേവലം കടമ എന്നതുപോലെ കരുതലിലൂടെ നയിക്കണം എന്ന ശക്തമായ ഓർമ്മപ്പെടുത്തലായി പ്രവർത്തിക്കുന്നു. നിനക്കെന്ന എന്റെ മുൻകൂട്ടിലൂടെ അവസാന വഴി കഥയുടെ ഹൃദയത്തെ ശക്തിപ്പെടുത്തുന്നു. പലരും തങ്ങളെ വിലമതിക്കുന്ന ഒരു സ്ഥലത്തേക്ക് മോഷ്ടിക്കാൻ കൊതിക്കുന്ന സ്നേഹമില്ലാത്തവരായി തോന്നുന്നു എന്ന് ഒരു സൂക്ഷ്മമായി സൂചിപ്പിക്കുന്നു. ഇതിലൂടെ മോഷണം എന്ന ആശയത്തെ സ്നേഹം, മനുഷ്യബന്ധങ്ങൾ, പ്രായമായവരോടുള്ള നമ്മുടെ ധാർമ്മിക ഉത്തരവാദിത്വം എന്നിവയെക്കുറിച്ചുള്ള ഒരു തീവ്രമായ പ്രതിഫലനമാക്കി മാറ്റുന്നു. ഈ നോവലിലെ അച്ഛൻ്റെ പടം, പ്രിയയുടെ അമ്മ, ഇട്ടിച്ചാത്തി തുടങ്ങിയ മറ്റു കൂടുതൽ